മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഓംലെറ്റാണ്. ഇതിൻ്റെ പേര് അറേബ്യൻ ഓംലെറ്റ്. അപ്പോൾ ഇതുണ്ടാക്കാനുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണിത് പൊട്ടറ്റോ ചെറിയ ക്യൂബ് സൈസിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് പൊട്ടറ്റോയുടെ അളവ് കൂട്ടാം കുറയ്ക്കാം ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു വലിയ പൊട്ടറ്റോ ആണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓരോന്നോരോന്നായിട്ട് ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചു തരാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ ഉച്ചയ്ക്ക് ആഹാരമൊന്നും വലുതായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഉപ്പൊക്കെ കുറച്ച് ഇടണം, കാരണം ഇനിയും പുറകെ ഓരോരോ സാധനങ്ങൾ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതൊരു സവാള അരിഞ്ഞതാണ്, വലിയൊരു സവാള തന്നെയാണ്. അതുപോലെ ചേർക്കാം. സവാളയ്ക്കും കൂടി ആവശ്യമുള്ള അല്പം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, ഉള്ളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്തേക്ക് ഒരു മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഏതാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, ഒറിഗാനോ, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ചൊരു മിക്സാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് അടച്ചു വയ്ക്കാം. നോക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക്
തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കാം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നിരത്തി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഓംലെറ്റ് എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ മുട്ട വേണമല്ലോ. അപ്പോൾ മുട്ട ചേർക്കാം. ഇനി പച്ചമുളക് കീറിയത്, ഇത്രയും കൂടി ഒഴിച്ചതിന് ശേഷം ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള അറേബ്യൻ ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും അടച്ചു വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.